പിള്ളയുടേത് അധിക പ്രസംഗമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ മൈലക്കാട് ഷാ, ഇന്ന് വിശദമായി എന്ത് സംഭവിച്ചു എന്ന് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ബാലകൃഷ്ണപിള്ള വിശദീകരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. തൃപ്തികരമാണോ PDPക്ക് ഈ വിശദീകരണം? ഈ വിശദീകരണം യാതൊരു കാരണവശാലും തൃപ്തികരമല്ല. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ കാര്യത്തിൽ മാപ്പല്ല അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രസംഗിച്ച പ്രസംഗം ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വേദന ഉളവാക്കിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. PDPയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും ആർ ബാലകൃഷ്ണപിള്ളയുടെ ഈ മാപ്പ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം എന്താണ്? കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുക, അവസാനം മാപ്പ് ചോദിക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് അദ്ദേഹത്തിന് ഇപ്പോഴല്ല മുൻകാലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ളത്. കാരണം ഇതെന്ന് പറയുന്നത് ബാങ്ക് വിളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓഫീസിൽ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അടുത്തുള്ള മുസ്ലിം പള്ളിയിൽ നിന്നും 5 നേരം ബാങ്ക് വിളിക്കുന്നത് പട്ടി കുരയ്ക്കുന്നത് പോലെയെന്നാണ് ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞിട്ടുള്ളത്. ഇത് ശ്രീ മൈലക്കാട് ഷാ, ഇന്ന് ബാലകൃഷ്ണപിള്ളയുടെ വാർത്താ സമ്മേളനം താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്നാണ് കരുതുന്നത്. അദ്ദേഹം പറയുകയായിരുന്നു, ഇത് കൃത്രിമമായി പല വാചകങ്ങൾ പല സ്ഥലങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എഡിറ്റ് ചെയ്ത് ആണ് ഈ ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത്. അത് വിശ്വസിക്കാനുള്ള ന്യായമായി അദ്ദേഹം പറയുന്നത് 1 മണിക്കൂർ 25 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂറിൽ താഴെയുള്ള ടേപ്പാണ് പ്രചരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് അത് സന്ദർഭത്തിൽ നടത്തി മാറ്റി കൂട്ടിയോജിപ്പിച്ചൊക്കെ ചെയ്തതാകാം എന്നത് സ്വാഭാവികമായി ഊഹിക്കാവുന്നൊരു കാര്യമല്ലേ? അദ്ദേഹം ആ പറഞ്ഞ കാര്യം ഞാനും കേട്ടതാണ്. അപ്പോൾ തന്നെ ഏത് ചാനലാണ് ഞാൻ ഓർക്കുന്നില്ല, അവരത് ടെലികാസ്റ്റ് ചെയ്തു. അദ്ദേഹം സംസാരിച്ച ആ പ്രസംഗ ഭാഗത്തിൻ്റെ അതേ ഭാഗം തന്നെ അതിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാകും. അതിൽ നിന്നും യാതൊരു കാരണവശാലും അടർത്തി മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള പദപ്രയോഗങ്ങളോ ഭാഗങ്ങളോ അതിനകത്ത് ഇല്ല എന്ന് ഒരു 5 വയസ്സ് ആർ ബാലകൃഷ്ണപിള്ളയെ ദീർഘകാലമായി രാഷ്ട്രീയ കേരളത്തിന് അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷാരീതി എങ്ങനെയാണ്, അതിൽ അദ്ദേഹം പുലർത്തുന്ന മാന്യത, അദ്ദേഹത്തിൻ്റെ കൗശലം, ഇതെല്ലാം കുറേയൊക്കെ നമുക്കറിയുന്നതാണ്. അതുകൊണ്ടാണ് ബാലകൃഷ്ണപിള്ള ഇന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാദം മുഖവിലേക്ക് എടുക്കേണ്ടി വരുന്നത്. അദ്ദേഹം പറയുകയായിരുന്നു, ബാങ്ക് വിളിയെ നായയുടെ കുരയുമായി ഉപമിക്കാൻ എനിക്ക് ഭ്രാന്തില്ല എന്ന്. കാരണം ഒരിക്കലും അത് ഒരു മതന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിങ്ങളെന്നല്ല ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധ്യമല്ല. കേരളമെന്ന് പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനം, അതായത് എല്ലാ ഹിന്ദു മുസൽമാൻ ചോദ്യമതല്ല മൈലക്കാട് ഷാ, ബാലകൃഷ്ണപിള്ള പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരു താരതമ്യം നടത്താൻ എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന്. അദ്ദേഹം അത് സ്വയം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ക്ലിപ്പ് തന്നെ അദ്ദേഹത്തെ കേൾക്കാവുന്നല്ലേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു മീഡിയ ഉണ്ടെന്ന് തോന്നുന്നു അത് കാണിച്ചത്. അതിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ, അത് അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യമാണ്. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ സി മനോജ് കുമാർ, PDPക്ക് എന്തായാലും തൃപ്തികരമല്ല. അല്ല, ഞാൻ അതിനകത്ത് അദ്ദേഹം പറഞ്ഞത്, ബാലകൃഷ്ണപിള്ള സാറിനെ സംബന്ധിച്ചോളം എല്ലാ കാലത്തും അദ്ദേഹം ഇങ്ങനെ ഓരോ വിവാദങ്ങളിൽ പെടാറുണ്ട്. അത് എല്ലാ കാലത്തും അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാരണവുമില്ലാതെ വിചാരണ തടവുകാരൻ എന്ന രീതിയിൽ ശ്രീ മദനിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന് തിരുവനന്തപുരത്ത് പ്രസംഗിച്ചതിൻ്റെ പേരിൽ കേരളത്തിലാകമാനം ബാലകൃഷ്ണപിള്ള സാറിനെതിരെ കേസെടുത്ത ചരിത്രം PDPയുടെ നേതാവ് മറക്കരുത്. അന്ന് ഏതാണ്ട് 60-ൽ പരം കേസൊക്കെ നടത്തിയത് ഞാനാണ്. എത്രയോ കേസുകൾ അദ്ദേഹത്തിനെതിരെ എടുത്തു. അന്ന് PDP വളരെ ലോഹ്യമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും ബാലകൃഷ്ണപിള്ള സാർ എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും
ഒരു സെക്കുലർ സംവിധാനത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു പ്രവർത്തനവും നടത്തിയിട്ടുള്ള പാർട്ടിയല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. കൊട്ടാരക്കരയിൽ ഇപ്പോൾ ഇടതുപക്ഷവുമായി ചേർന്നിട്ട് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൻ്റെ സ്ഥാനം കേരള കോൺഗ്രസിന് തന്നപ്പോൾ അവിടെ വേറെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഒരു മുസ്ലിമായ ഷാജുവിന് ആ പോസ്റ്റ് കൊടുക്കുന്നതിന് ഏറ്റവും വലിയ താല്പര്യത്തോടുകൂടി അതിന് മുൻകൈ എടുത്തത് ബാലകൃഷ്ണപിള്ള സാറാണ്. ആ ബാലകൃഷ്ണപിള്ള സാറിനെയാണ് ഇന്ന് ചില വിഭാഗത്തിൽപ്പെട്ട കൊട്ടാരക്കരയിലെയോ പത്തനാപുരത്തെയോ അല്ലെങ്കിൽ പല പ്രദേശത്തെയോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് അറിയാം, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു സംസാരം ഉണ്ടാകില്ല. ഇത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, 1.5 മണിക്കൂറോളം ബാലകൃഷ്ണപിള്ള സാറ് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ 25 മിനിറ്റിൽ താഴെ മാത്രമുള്ള ക്ലിപ്പിംഗാണ് ഇന്ന് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ബാങ്ക് വിളിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ സുപ്രഭാതത്തെക്കുറിച്ചോ ഒക്കെ ജനങ്ങൾക്ക് വളരെ സാമാന്യമായി ചിന്തിക്കുന്ന, പ്രത്യേകിച്ച് ബാലകൃഷ്ണപിള്ള സാറിനെ പോലുള്ള ഒരാൾക്കറിയാം ഇതിൻ്റെയൊക്കെ ഉദ്ദേശശുദ്ധി എന്താണ്, ഇതെന്തിനു വേണ്ടിയാണ്. പ്രഭാതത്തിൽ ഇത് ബാങ്ക് വിളിക്കുന്നതും ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യരെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ ഒരു പട്ടിയുടെ കുരവയോട് അല്ലെ കുരയോട് ഒരിക്കലും ഉപമിക്കില്ല. മറ്റൊന്ന്, ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞത് ഇതാണ്, അത് ആ സമയത്ത് നമ്മുടെ ക്ഷേത്രങ്ങളിലെ മൈക്ക് പോലും ഓഫ് ചെയ്ത് കൊടുക്കുന്ന ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. മറ്റു സമുദായങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് NSSൻ്റെ പക്ഷേ ആ പ്രസംഗം തുടരുമ്പോൾ അടുത്തതായി തന്നെ ബാലകൃഷ്ണപിള്ള പറയുന്നൊരു കാര്യം, തിരിച്ച് അങ്ങനെ ചെയ്യാറില്ല. അതായത് ബാങ്ക് വിളിക്കുമ്പോൾ അടുത്ത സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മൈക്ക് ഓഫ് ആക്കി കൊടുക്കാറുണ്ട്. പക്ഷെ തിരിച്ച് അവിടെ ഒരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് തന്നെ ബാങ്ക് വിളി മുഴങ്ങിയാൽ ബാങ്ക് വിളി തടസ്സപ്പെടാറില്ല. അല്ല, അത് സത്യമാണ്. കാരണം ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു മുന്നോക്ക വിഭാഗമാണ് ഇവിടെ ഉള്ളത്. അതിനെ ബാലകൃഷ്ണപിള്ള സാർ ആ അർത്ഥത്തിൽ. പക്ഷേ ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു 10-100 കുടുംബങ്ങൾ, ഒരു മുസ്ലിം കുടുംബങ്ങൾ ഒരു സ്ഥലത്ത് വന്നാൽ അവരുടെ ഒരു പള്ളി വെച്ച് അവരുടെ സമുദായത്തിൻ്റെ കെട്ടുറപ്പുകൾ അവരുണ്ടാക്കും. അതുപോലെ ക്രിസ്ത്യൻ സമുദായമാണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുള്ളത് കൊട്ടാരക്കരയിൽ ഒരു പള്ളി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അവരുടെ ഇടവകൾ വലുതാക്കി. പക്ഷേ നായർ സമുദായത്തിൻ്റെ NSSുമായി ബന്ധപ്പെട്ട കരയോഗങ്ങൾ മാത്രം 600-700 വീടുകൾ ഒരു കരയോഗത്തിൽ പെട്ടാലും അവരത് ബൈഫർക്കേറ്റ് ചെയ്യാനോ അത് വിഘടിച്ച് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാനോ തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും കണ്ടുപഠിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ആരോഗ്യകരമായൊരു മാതൃകയായിട്ടല്ല പൂർണ്ണാർത്ഥത്തിൽ ബാലകൃഷ്ണപിള്ള സംസാരിച്ചിരിക്കുന്നത്. ഈ രണ്ട് മതങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം മനോജ്. ശ്രീ RV ബാബു, നിങ്ങൾ ബാലകൃഷ്ണപിള്ളയുടേത് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ടേപ്പിലെ വാചകങ്ങളിൽ എന്തെങ്കിലും അദ്ദേഹം നിർവ്യാജം ഖേദിക്കേണ്ട പ്രസ്താവനകൾ നടത്തി എന്ന് കരുതുന്നുണ്ടോ? വേണു, ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗത്തിൽ ഇപ്പോൾ ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത പോലെ ബാങ്ക് വിളിയുടെ ഉദാഹരണത്തെ സംബന്ധിച്ച് അദ്ദേഹം നായയുടെ കുരയോട് ഉപമിച്ചതിനെ ആ ഉപമ തെറ്റായിപ്പോയി, ഉദാഹരണം തെറ്റായിപ്പോയി എന്ന് നമുക്ക് പറയാം. ആ നിലയ്ക്ക് അതിനെ അപകീർത്തിപ്പെടുത്തുക, ഒരു മതസമൂഹത്തിൻ്റെ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുക എന്നുള്ളത് നമുക്കാർക്കും അതിനോട് യോജിക്കാൻ സാധ്യമല്ല. പക്ഷേ പ്രശ്നം വേണു ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താ? ഉദാഹരണത്തെയാണ്. ബാലകൃഷ്ണപിള്ള ഉയർത്തിയ മറ്റ് ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ എന്താ? വളരെ കുറച്ച് വീടുകളുള്ള സ്ഥലങ്ങളിൽ വരെ മുട്ടിന് പള്ളികൾ പണിയുക, അവിടെ സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ പേരിൽ മൈക്ക് വെച്ച് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന തരത്തിൽ. അതാണല്ലോ ഉദാഹരണം. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സംഭവങ്ങളാണ്, പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ബാലകൃഷ്ണപിള്ള പറയുന്നത്, ഞാൻ ക്ലോസ് ഡോർ പ്രോഗ്രാമിൽ അടച്ചിട്ട മുറിയിൽ എൻ്റെ സമുദായാംഗങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തത് എന്ന്. അങ്ങനെയാണെന്ന് വെക്കുക, അങ്ങനെയാണെന്ന് സമ്മതിച്ചാൽ പോലും ബാലകൃഷ്ണപിള്ള തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് സമുദായത്തിൻ്റെ അംഗങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ബാലകൃഷ്ണപിള്ള മാത്രമല്ല വേണു നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ തന്നെ ഈ അഭിപ്രായങ്ങൾ പലതവണയായിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ളവരാ. ഇപ്പം നമുക്ക് സാക്ഷാൽ അച്യുതാനന്ദൻ, VS അച്യുതാനന്ദൻ, അദ്ദേഹം 2010 നമ്മുടെ TJ ജോസഫിൻ്റെ കൈവെട്ട് കേസിന് ശേഷം ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു ഗിവൺ സിറ്റുവേഷനിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലുള്ള ആളുകൾ അവരുടെ ഉള്ളിലുള്ളത് അങ്ങ് പറയുകയാണ്. ഇതേ അച്യുതാനന്ദൻ 2005 പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച്, മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ റിസൾട്ടിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് മാൽ പ്രാക്ടീസാണ് എന്നായിരുന്നു. മലപ്പുറം ജില്ലയെക്കുറിച്ച് അത്തരം റിസൾട്ട് വിശ്വസിക്കാൻ സാധ്യമല്ല എന്ന് അച്യുതാനന്ദൻ പറഞ്ഞു. ഇതേപോലെ തന്നെ സമാനമായിട്ടുള്ള അഭിപ്രായമല്ലേ ആന്റണി പറഞ്ഞത് 2014, 2003 അതിനു മുമ്പ് ഇതേ ആന്റണി പറഞ്ഞില്ലേ? അപ്പോൾ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചിന്തിക്കുന്ന എല്ലാവരും, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫസൽ ഗഫൂറിനെ പോലുള്ള
മുസ്ലിം നേതാക്കന്മാരുടെ ഉള്ളിൽ പോലും ഉണ്ട് കേരളത്തിൽ ഈ ഒരു സാമൂഹ്യ അനീതി നടമാടുന്നുണ്ട്, തെറ്റാണിത് എന്ന് ഇവരുടെയൊക്കെ ഉള്ളിൽ പോലും ഉണ്ട്. പക്ഷേ പരസ്യമായി പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണല്ലോ ബാലകൃഷ്ണപിള്ള അടച്ചിട്ട മുറിയിൽ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് എൻ്റെ സമുദായത്തോടായിട്ട് പറഞ്ഞു എന്നാണ്. അപ്പോൾ പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം രഹസ്യമായി സമുദായങ്ങളോട് പറയുകയാണ്. ഇത് ഒരുതരം ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു സാമൂഹ്യ അനീതി ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ വേണു, ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് മേടിക്കും, കെട്ടിടം പണിയും. പറയുന്നത് എന്താണ്? പറയുന്നത് കടമുറികൾ പണിയാനാണ് എന്ന് പറയുക. എനിക്ക് ഒട്ടനവധി കേസുകളിൽ ഞാൻ നേരിട്ട് ഇടപെട്ട ഒരു വ്യക്തിയാണ്. ഒരു സുപ്രഭാതത്തിൽ അവിടെ നിസ്കാരം തുടങ്ങിയത് പള്ളിയായിട്ട് മാറും. അല്ലെങ്കിൽ ഇതേപോലെ ക്രിസ്ത്യൻ ചർച്ചുകൾ, ഇങ്ങനെ അനധികൃതമായിട്ടുള്ള പള്ളികൾ പലയിടങ്ങളിലും പണിയുന്നു. അതിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ കേരളം നമുക്കറിയാം, ഇവിടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ എന്നുള്ള വേർതിരിവ് സത്യത്തിൽ അവസാനിപ്പിക്കേണ്ട കാലമായി. ഒരു പ്രത്യേക പരിരക്ഷ, ന്യൂനപക്ഷ സമൂഹത്തിന് പരിരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ വലിയ ഒരു അനീതി ഇവിടുത്തെ ഭൂരിപക്ഷം. കാരണം ഇവിടെ ഒരു ഇക്വിലിബ്രിയത്തിലാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ രംഗത്തും പലയിടങ്ങളിലും ഈ ചർച്ചയിൽ പങ്കുചേരാൻ ശ്രീ മായിനാജി ആർ ബാലകൃഷ്ണപിള്ള നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ സമുദായത്തെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ വേദന പരിഹരിക്കാൻ കഴിയുന്നതാണ് ബാലകൃഷ്ണപിള്ളയുടെ ഇന്നത്തെ ഈ ഖേദപ്രകടനമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കളുടെ പാർട്ടി കരുതുന്നുണ്ടോ? ബാലകൃഷ്ണപിള്ളയുടെ ഖേദപ്രകടനം, ഒരു വ്യക്തി ഒരു തെറ്റ് പറ്റി അതിന് ഖേദപ്രകടനം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ബാലകൃഷ്ണപിള്ള ഇവിടെ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആ തെറ്റിനെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം അത് കൃത്രിമമായി ആരോ സൃഷ്ടിച്ചതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഖേദപ്രകടനത്തിനൊരു പ്രസക്തിയില്ല. അദ്ദേഹം അതാരെങ്കിലും കൃത്രിമമായി സൃഷ്ടിച്ചതാണെങ്കിൽ അതിനൊരു നിയമ നടപടി സ്വീകരിച്ച്, രാജ്യത്തെ നിയമത്തിൽ ഒരുപാട് വ്യവസ്ഥകൾ അതിനൊക്കെ ഉണ്ട്, ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ട് എൻ്റെ പേരിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതിനെ ഞാൻ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിലുണ്ടായ എല്ലാ വിഷമങ്ങൾക്കും ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതല്ലാതെ ഇതാരോ കെട്ടിച്ചമച്ചതാണ് എന്നൊരു വാക്ക് പറയുകയും പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. നമ്മുടെ രാജ്യത്ത് ഉള്ള നിയമ സംവിധാനങ്ങൾ ഇത് ഏതെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും മാധ്യമ